തിരികെ ചർച്ചയിലേക്ക് ശ്രീ ജെ.ആർ. പത്മകുമാർ. ഇവിടെ കണക്കുകൾ ഇങ്ങനെ നിർബാധം സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. വലിയ രീതിയിൽ നേട്ടങ്ങൾ കൊയ്തു എന്ന് പറയുമ്പോഴും ഏതൊക്കെ രീതിയിൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതികൾക്ക് അനുകൂലമായി അനുസൃതമായി സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. AY പ്രകാരമാണ് ഇത്തരത്തിൽ മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യവിതരണം അടക്കം നൽകുന്നത് എന്നുള്ളത് അവർ പറയുന്നില്ല. അവർ ഈ നേട്ടമെല്ലാം കൊയ്തത് ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നു. ഒരു ഭാഗത്ത് 6 ലക്ഷം കോടിയുടെ കടമാണ് സംസ്ഥാനത്ത് ബാധിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ രഹിതരായ യുവാക്കൾ സംസ്ഥാനം വിട്ട് അന്യനാടുകളിലേക്ക് ചേക്കേറുന്നു. ഡിഗ്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ പണ്ട് പോകുമായിരുന്നവർ ഇപ്പോൾ ഡിഗ്രി തന്നെ അന്യരാജ്യങ്ങളിൽ പോയാൽ തങ്ങൾക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം. കുറച്ച് വൃദ്ധർ മാത്രമാകുന്ന ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ദുരവസ്ഥയിലേക്ക് സംസ്ഥാനം ഇങ്ങനെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഞങ്ങൾ കുറച്ചുപേരെ നിങ്ങളുടെ മുന്നിലേക്ക് കണക്കുകളുമായി കാണിക്കുന്നു. അവരെല്ലാം ഞങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായിരിക്കുന്നു. ഇനിയൊരു വലിയ വികസിത കേരളം തന്നെ ഞങ്ങൾ വിഭാവനം ചെയ്തതുപോലെ കൊണ്ടുവരുന്നു എന്നുള്ള ശാഠ്യവുമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചീട്ടുകൊട്ടാര കണക്കുകളുമായിട്ടാണോ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്? ഇത് ഇപ്പോൾ കേരളത്തിലെ ദാരിദ്ര്യം നിർമ്മാണം ചെയ്തു എന്ന് പറയുന്നത് അതുകൊണ്ട് ആർക്കും എതിർപ്പൊന്നുമില്ല. അതിൽ വരുന്ന നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം, സാധാരണക്കാർക്ക് ആനുകൂല്യം കിട്ടും. പക്ഷേ ഈ പറയുന്ന പ്രവൃത്തി യാഥാർത്ഥ്യമല്ലെന്ന് ഇത് അനുഭവിക്കുന്ന, നമ്മൾ നോക്കിക്കാണുന്ന, ഇതെല്ലാം കാണുന്ന ആളുകൾ പറയല്ലേ. ഇപ്പോൾ മേരി ജോർജ് ടീച്ചർ പറഞ്ഞൊരു കാര്യം പറഞ്ഞു, ആദിവാസി ഊരുകളുടെ കാര്യം. അവിടെ നിന്ന് തന്നെ ആളുകൾ വന്ന് പറയുകയാണ്, ഇപ്പോൾ 6 ലക്ഷം ആളുകൾ ആദിവാസി മേഖലയിൽ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. അവരും സമ്പന്നരല്ല, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ല, അവർക്ക് മെഡിക്കൽ സൗകര്യങ്ങളില്ല, സ്കൂളിൽ പോകാൻ സൗകര്യങ്ങളില്ല, യാത്ര ചെയ്യാനുള്ള സൗകര്യമില്ല, ഹോസ്പിറ്റലിൽ രോഗിയെ കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. 6 ലക്ഷം ആളുകളുള്ളവരുടെ അടുത്ത് നിന്ന് 6400 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ ഞങ്ങൾ ഒരു നേരത്തേക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം മെച്ചമാക്കി എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ? ഇതാണ് ഞങ്ങൾ ആളുകൾ എതിർക്കുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. ആ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ കുറേ കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുണ്ടോ, നിങ്ങൾ ഇപ്പോൾ പഴയതുപോലെ ഏതെങ്കിലും ദേശാഭിമാനിയോ കൈരളിയോ കണ്ട് മാത്രം നിശ്ചയിക്കുന്ന ആളുകളല്ലല്ലോ. ഒരു ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും ഓരോ സംസ്ഥാനത്തും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. കേരളം കാലാകാലമായി രാജഭരണകാലം തൊട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കേരളം സാമൂഹിക പശ്ചാത്തലം വളരെ മുന്നേറിയ ഒരു സംസ്ഥാനമാണ്. അതിൽ നിങ്ങൾ ആ നേട്ടത്തിൽ ഭാഗമായിട്ടുണ്ട്, അതെല്ലാവരും ഭാഗമായിട്ടുണ്ട്. ഭരിക്കുന്നവരും കേരളത്തിലെ സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടങ്ങളും എല്ലാവരും അതിൽ പങ്കാളികളായിട്ടുണ്ട്. അത് ഞങ്ങൾ മാത്രമാണ് ഈ ഒരു ആദ്യ ലാപ്പ് ഓടിയിട്ട് ഞങ്ങളെല്ലാം വിജയിച്ചേ എന്നുള്ളൊരു പ്രചരണമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞല്ലോ, ഈ 83 കോടി ജനങ്ങൾക്ക് ഇന്ത്യയിൽ സൗജന്യമായി റേഷൻ കൊടുക്കുന്നുണ്ട്. കോവിഡിന് ശേഷം അത് 29 വരെ അത് നീട്ടിയിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്. ഇത് നിങ്ങളുടെ ഇപ്പോൾ ഈ പറയുന്ന അവകാശപ്പെടുന്ന ഒരു നേരത്തെ ആഹാരമെങ്കിലും എത്തിക്കുന്നു എന്നുള്ള പരിപാടിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? അതിലെന്തെങ്കിലും അനുകൂലമായിട്ട് അത് വന്നിട്ടുണ്ടോ? നിങ്ങൾ പറയണം. അതുപോലെ PM ആവാസ് നിങ്ങൾ 5 ലക്ഷം വീട് കൊടുത്തു എന്ന് പറഞ്ഞു. 1.6 ലക്ഷം വീട് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ PM ആവാസ് യോജനയിൽ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങൾ ഈ അവകാശപ്പെടുന്നതിൻ്റെ ഒരു ഭാഗത്ത് അതും ഉൾക്കൊടുത്തേണ്ടതല്ലേ? എത്ര രൂപയുണ്ട് സർ? അല്ല, എത്ര രൂപയുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത് എത്ര രൂപയുണ്ട്? അല്ല, നിങ്ങൾ പഞ്ചായത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് പൈസ എടുക്കുന്നില്ലേ? അതെവിടെന്നാ കിട്ടുന്നത്? ഞാൻ പറഞ്ഞോട്ടെ. അല്ല, ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, അത് സംസ്ഥാന ഗവൺമെന്റ് ഫണ്ടാണോ മാത്രമാണോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലോൺ എടുത്ത് കൊടുക്കുന്നില്ലേ? ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം കിട്ടുന്നില്ലേ? തനത് ഫണ്ട് മാത്രമാണോ ഇതിന് ഉപയോഗിക്കുന്നത്? ഒന്നുമല്ലല്ലോ. അപ്പോൾ ഇത് എല്ലാവരും കൂടി ചേർന്നാണ്, സംസ്ഥാന കേന്ദ്ര മറ്റ് സാമൂഹിക സംഘടനകളെല്ലാം കൂടി ചേർന്നതാണ് ഈ സംസ്ഥാനത്തുണ്ടായ നേട്ടമെന്ന് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. 22 ലക്ഷം ആളുകൾ ടാപ്പ് കണക്ഷൻ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജൽജീവൻ പദ്ധതിയിൽ 22 ലക്ഷം ടാപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളിപ്പോൾ അവകാശപ്പെടുന്ന ഈ നേട്ടത്തിൽ അത് ഉൾപ്പെടുന്നില്ലേ? 1.6 കോടി മുദ്രാ ലോൺ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് വരില്ലേ? ജനങ്ങളുടെ ജീവിത നിലവാരം, ലൈവ്ലിഹുഡ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ എത്ര പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് ഉച്ചഭക്ഷണ പദ്ധതിയിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷനിൽ കൊടുക്കുന്നുണ്ട്, തൊഴിലുറപ്പിൽ കൊടുക്കുന്നുണ്ട്.
ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ നാട്ടിൽ ഉണ്ടാകുന്ന നേട്ടം. ഇത് ഞങ്ങളുടെ 5 വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞ ഒന്ന് ഒപ്പിട്ട മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമാണ്. അതാണ് ഇതെല്ലാം നടപ്പിലാക്കിയതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്. അതുമല്ലാതെ ഞാൻ നേരത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങളുടെ പ്രചരണം ഈ നിങ്ങളുടെ ഈ അവകാശവാദം സാധാരണക്കാരായ ആളുകളുടെ അവകാശം നിഷേധിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. നേരത്തെ ശ്രീകുമാർ അദ്ദേഹം സൂചിപ്പിച്ചു, ഇവിടെ ഇതെല്ലാം ഉണ്ട്, ഞങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ സ്വച്ഛ ഭാരത പദ്ധതി പ്രകാരം ടോയ്ലറ്റ് വന്നപ്പോൾ കേരളത്തിൽ ആർക്കും ടോയ്ലറ്റ് വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും ടോയ്ലറ്റ് അതിനുള്ള സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. 2.5 ലക്ഷം കേരളത്തിൽ കൊടുത്തില്ലേ? അതാരാ വാങ്ങിയത്? ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളല്ലേ? അപ്പോൾ ഈ രീതിയിൽ ഒരു കള്ളപ്രചരണം നിങ്ങൾ നടത്തുകയും അത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റും മറ്റ് ഏജൻസികളും കൊടുക്കുന്ന സഹായം നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ നിങ്ങളുടെ ഈ അവകാശവാദം തെറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോ മേഖലയിൽ നിന്നും അനുഭവസ്ഥരായിട്ടുള്ള ആളുകളാണ് വന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ആദിവാസി മേഖലയിലുള്ള ഒരാൾ വന്ന് പറഞ്ഞു, ഇനി പല മേഖലകളിൽ നിന്നും ആളുകൾ വരും. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ ആദിവാസി മേഖല ഓരോ ഊരിലും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. നിങ്ങൾ അത് കഴിഞ്ഞോട്ടെ, നിങ്ങൾ ഏറ്റവും സാമൂഹ്യ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളുടെ എണ്ണം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ഓരോ വർഷവും കൂടി വരികയാണ്. നിങ്ങൾ പറയുന്നു ഇവിടെ ആരുമില്ല, ഞങ്ങളെല്ലാവർക്കും സമ്പൽ സമൃദ്ധമായി സന്തോഷം കൊണ്ട് ആമോദം കൊണ്ട് ആർക്കും ഇപ്പം ഇരിക്കാനും എഴിക്കാനും വയ്യാത്തൊരവസ്ഥയാണെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ വർഷം കഴിയും തോറും ഇതെല്ലാം കൂടി വരികയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഒന്നുകിൽ കാര്യക്ഷമമായിട്ട് അതിൻ്റെ ഗുണഭോക്താക്കളുടെ കയ്യിൽ എത്തുന്നില്ല, മിസ്മാനേജ്മെൻ്റ് ഉണ്ട്, അത് എല്ലാ കാര്യത്തിലും ഉണ്ട്. നിങ്ങൾ പറഞ്ഞ വീടുകളുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ലൈഫ് പദ്ധതികളൊക്കെ ഇപ്പോൾ എവിടെയാണ് ഇത് എത്തി നിൽക്കുന്നത്? ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഓഖി ദുരന്തമുണ്ടായപ്പോൾ അവിടെ നിന്ന് കുടിയൊഴിക്കപ്പെട്ട ആളുകൾക്ക് കൊടുത്ത ഫ്ലാറ്റുകളൊക്കെ ഏതവസ്ഥയിലാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഓരോ മേഖലയിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു രീതിയിലുള്ള ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. നിങ്ങൾ അവകാശ പ്രചരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ ലാപ്പ് ഓടുമ്പോൾ തന്നെ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളൊരു പ്രചരണം. ഇതാർക്ക് വേണ്ടി? ഇതാണ് PR വർക്ക് എന്ന് പറയുന്നത്. അതിന് കുറേ നടന്മാരെയൊക്കെ ഉപയോഗിക്കും, അവരുടെ വാക്കുകൾ ഉപയോഗിക്കും. കേരളം മാത്രമാണ് ഇവിടെ ഇതെല്ലാം നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, 27 കോടി ജനങ്ങളെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ അവരെ ദാരിദ്ര്യരേഖയിൽ നിന്ന് മുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ 6 കോടി, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞ UP 6 കോടി ജനങ്ങളെയാണ് ആ കണക്കിലേക്ക് വന്നിട്ടുള്ളത്. അത് വേൾഡ് ബാങ്കിൻ്റെ കണക്കാണ്, അല്ലാതെ ഇവിടുത്തെ നമ്മുടെ എം പി രാജേഷിൻ്റെയും നമ്മുടെ കുറേ ആളുകളല്ല. അത് എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. നിങ്ങൾ 64,000 കുടുംബങ്ങളിലൂടെ ഇതുവരെ ചെയ്തിട്ടുള്ളത് 2.72 lakhs ആളുകൾക്ക് നിങ്ങൾ ഈ ഇങ്ങനെ ഒരു പദ്ധതിയിലൂടെ നേട്ടമുണ്ടാക്കി നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. അതിന് വ്യക്തമായ അടിസ്ഥാനപരമായ ആധികാരികമായ ഒരു രേഖയില്ല. എന്ത് ഡാറ്റയാണ് നിങ്ങൾ എങ്ങനെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്? എവിടെയാണ് പോയിട്ടുള്ളത്? ഏത് ഏജൻസിയാണ് നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? അല്ലെങ്കിൽ പഞ്ചായത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? അവർ കൊടുത്ത കണക്കിൻ്റെ ആധികാരികത എന്താണ്? ഇതൊന്നും ആർക്കും അറിയില്ല. പൊതുസമൂഹം ചോദിക്കില്ലേ നിങ്ങൾ എവിടെ നിന്നാണ് ഈ കണക്ക് കൊണ്ടുവന്നത്? അത് ചോദിക്കുമ്പോൾ പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്, തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് പ്രസിദ്ധീകരിക്കേണ്ട അവരുടെ അടിസ്ഥാനപരമായി ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഉണ്ട് ആളുകളുടെ അടിസ്ഥാന യോഗ്യത ഇന്നതാണ്, ഇതിൽ ഉൾപ്പെടാൻ അവർക്കുണ്ടായിട്ടുള്ള യോഗ്യത ഇന്നതാണ് എന്ന് എവിടെ നിന്ന് ആർക്കാ കിട്ടുന്നത്? അതെ, അത് അതുമാത്രമല്ല, മന്ത്രി MP രാജേഷ് ഇന്ന് അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്ലാനിംഗ് ബോർഡിലെ ആളുകളെ ഉപയോഗിച്ചിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ ആളുകളെ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ വടക്കും തെക്കും മധ്യ കേരളവും അങ്ങനെ 3 ഇടങ്ങളിൽ പൈലറ്റ് സെർച്ച് നടത്തി എന്നും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വെറുതെ നടത്തിയത് കൊണ്ട് ഉണ്ടാകാവുന്ന ഒരു കണക്കാണോ ഇത് എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്.